അപ്പോൾ ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മൾ ഇന്ന് ഹൈഡ്രോളിക്സിന്റെ മൂന്നാമത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് നോക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോച്ചസും വിയറിനെ കുറിച്ചാണ്. അപ്പം അതിനകത്തേക്ക് മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നോച്ചിന്റെ ടൈപ്പുകൾ, എന്താണ് നോച്ച്, എന്താണ് വിയർ എന്ന് ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം അതിന്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ ഡിസ്ചാർജ് ത്രൂ പല ഷേപ്പിലുള്ള നോച്ചിൽ കൂടെയുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതിന്റെ ഡെറിവേഷൻ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ കൂടെ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം തന്നെ എന്താണ് നോച്ച്? ഒരു ചെറിയ ഒരു ചാനൽ, ആ ചാനലിലെ ഫ്ലോ കൺട്രോൾ. ഇപ്പൊ നിങ്ങൾ ഹൈഡ്രോളിക്സ് ലാബിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു ചാനലിനകത്ത് പല ഷേപ്പിലുള്ള ഒരു ഹോൾസ് കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പം അതിനകത്തൂടെ പോകുന്ന വെള്ളത്തിന്റെ അളവ് എടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഡിസ്ചാർജ് വെച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ചെറിയ ഒരു ചാനലിൽ കൂടെ ഒരു കൺട്രോൾഡ് ഫ്ലോ എടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു എന്താണ് ആ ഒരു അറേഞ്ച്മെന്റ് ആണ് നോച്ച് എന്ന് പറയുന്നത്. മേ ബി ഡിഫൈൻഡ് ആസ് ദി ഓപ്പണിംഗ് ഇൻ ദി സൈഡ് ഓഫ് എ ടാങ്ക് ഓർ എ സ്മോൾ ചാനൽ in such a way that the liquid surface in the tank or channel is below the top edge of the opening. അതായത് ഇതാണ് നമ്മുടെ ആ ഒരു പോർഷൻ എന്ന് ഓർക്കുക. ഇത് കൂടുതലായിട്ടും മെറ്റാലിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ നോച്ചസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു ചാനലിനെ നമ്മൾ ഒരു ഭാഗത്ത് ബ്ലോക്ക് ചെയ്യും. അവിടെ നമ്മൾ ഈ രീതിയിൽ ഒരു ചെറിയ ഹോൾ കൊടുക്കും. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോച്ച് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാല് ദി ലിക്വിഡ് സർഫേസ്, ഇതിനകത്തുള്ള ലിക്വിഡിന്റെ സർഫേസ് എന്ന് പറയുന്നത് ഈ ഒരു നോച്ചിന്റെ ടോപ്പ് സർഫേസ്. നോച്ചിന്റെ ടോപ്പ് സർഫേസ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം, ടോപ്പ് എഡ്ജ് ഓഫ് ദി ഓപ്പണിംഗ്. ഈ നോച്ചിന്റെ ടോപ്പ് എഡ്ജിന്റെ മേലെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദി ഡിവൈസ് യൂസ് ഫോർ മെഷറിംഗ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് ത്രൂ ദി സ്മോൾ ചാനൽ ഓർ ടാങ്ക്. അപ്പം ഈ ഡിവൈസിലൂടെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഈ ഒരു ചാനലിൽ കൂടെ പോകുന്ന ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ തന്നെയാണ് എന്ത്? നോച്ച്. മനസ്സിലായോ? നിങ്ങൾ ഹൈഡ്രോളിക്സ് ലാബിലൊക്കെ കാണുന്നത്. അടുത്തത് എന്താണ് വിയർ? വിയർ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ ഒരു ചെറിയ റിവറിലൊക്കെ ആയിട്ട് നമുക്ക് ചില സ്ഥലത്ത് നമ്മളിങ്ങനെ ബണ്ട് കിട്ടും അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പുറത്തെ ഭാഗത്തെ വെള്ളം ഒന്ന് കെട്ടി നിൽക്കാനായിട്ട്. അങ്ങനെ ഒരു വലിയ സ്ട്രീമിലോ അല്ലെങ്കിൽ ഒരു വലിയ ടാങ്കിലോ ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ ആയിരിക്കും. കുറച്ചും കൂടെ ഹെവിയർ ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ ആണ് എന്ത്? വിയർ എന്ന് പറയുന്നത്. രണ്ടിനും ഏതാണ്ട് സെയിം പർപ്പസ് ഒക്കെ തന്നെയാണ്. ഇതെന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ചും കൂടെ ഒരു ഹെവി ഒരു മാസീവ് ആയിട്ടുള്ള സ്ട്രക്ചർ. മറ്റേന്ന് പറയുമ്പോൾ ചെറിയൊരു കനാലിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? കനാലല്ല, ചാനലിലൊക്കെ നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു മെറ്റാലിക് സ്ട്രിപ്പിനാണ് നമ്മൾ നോച്ച് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് ഓർ മേസൺറി സ്ട്രക്ചർ പ്ലേസ്ഡ് ഇൻ ആൻ ഓപ്പൺ ചാനൽ ഓവർ വിച്ച് ഫ്ലോ occurs. Okay, ഇനി it is generally in the form of vertical wall with sharp edge at the top running all across the channel. ഈ ചാനലിന് ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ബാരിയർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിയർ എന്ന് പറയുന്നത്. കോൺക്രീറ്റ് സ്ട്രക്ചർ ആയിരിക്കും. ഇതിന്റെ മേലെ എന്ന് പറയുന്നത് ഒരു ഷാർപ്പ് എഡ്ജ് ആയിരിക്കാം. ഓക്കെ, പിന്നെ ഓർക്കാനുള്ളത് ഇതിന്റെ ടോപ്പ് പോർഷനിൽ കൂടെ ആയിരിക്കും എന്ത് സംഭവിക്കുന്നത്? വെള്ളം ഒഴുകുന്നത്. ഇവിടെ കാണുക, ഈ ഒരു ടോപ്പ് പോർഷനിൽ മേലെ കൂടെ, അതായത് വിയറിന്റെ മേലെ ഭാഗത്തൂടെയാണ് വെള്ളം ഒഴുകുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ കണ്ട എന്താണ്? നോച്ചിന്റെ ഈ ഒരു ബോട്ടം പോർഷന്റെ മേലെ എന്ത് നിൽക്കണം? ലിക്വിഡ് നിൽക്കണം. മനസ്സിലായോ? ഇതാണ് നോച്ചിന്റെ ബോട്ടം പോർഷൻ അല്ലെ? ഇതിലൂടെയാണ് വെള്ളം വരിക. വിയറിന്റെ ടോപ്പ് പോർഷൻ, അതിന്റെ മേലെ കൂടെ ഓവർഫ്ലോ ആണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് ഓർത്തേക്കുക. നോച്ചിന്റെ ബോട്ടം പോർഷന്റെ തൊട്ട് മേലെ ലെവൽ നിന്നാൽ മതി. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ മേലെ കൂടെ ഓവർഫ്ലോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ് തിരിഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു സംശയം, ഒന്ന് കറക്റ്റ് ചെയ്തേക്കാം. ഇനി അടുത്തത് നാപ്പി ഓർ വെയിൻ. നാപ്പ് എന്ന് പറഞ്ഞാൽ മതി, നാപ്പിനൊന്നും ഓർക്കല്ലേ. എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ മേലെ കൂടെ ഒഴുകുന്ന ഈ ഒരു ഷീറ്റ് ഓഫ് വാട്ടർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാപ്പ് അല്ലെങ്കിൽ വെയിൻ എന്ന് പറയുന്നത്. ആ ഒരു വിയറിന്റെ ആ ഒരു സർഫസിൽ കൂടെ ഒഴുകുന്ന ആ ഒരു ഷീറ്റ് ഓഫ് വാട്ടർ, ഇതാണ് നമ്മുടെ വിയർ എന്ന് വിചാരിക്കുക. ഇതിന്റെ മേലെ കൂടെ
ഒരു ഷീറ്റ് ഓഫ് വാട്ടർ ഇങ്ങനെ ഒഴുകുന്നില്ലേ? ഓക്കെ, ഈ ഒരു ഷീറ്റ് ഓഫ് വാട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാപ്പ് അല്ലെങ്കിൽ വെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ക്രസ്റ്റ് ഓർ സിൽ? ഇപ്പൊ ഞാനിവിടെ പറഞ്ഞു, ഈ ഒരു ഡെഫിനിഷൻ ഓർത്താലും മതി. ഇപ്പൊ നമ്മുടെ വിയർ, ഈ കാണുന്നത് ഒരു വിയർ ആണെന്ന് വിചാരിക്കുക. ഈ വിയറിന്റെ ഏത് പോർഷനിൽ കൂടെ വെള്ളം ഒഴുകുന്നത്? ഇങ്ങനെ ഒരു വിയർ. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഫിഗർ കണ്ടാലും മതി. ഇവിടെ നോക്കുക, ഈ വിയറിന്റെ ഏറ്റവും ടോപ്പ് പോർഷൻ, അതിന്റെ മേലെ കൂടെ അല്ലേ വെള്ളം ഒഴുകുന്നത്? ഈ ഒരു പോർഷന്റെ മേലെ കൂടെ അല്ലേ വെള്ളം വരുന്നത്? ആ ഒരു ടോപ്പ് പോർഷൻ ഓഫ് ദി വിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിൽ അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഓർത്തോളുക, ഇവിടെ ടോപ്പ് പോർഷൻ ആയിരുന്നു. ഈ ഒരു കേസിൽ, നമ്മുടെ നോച്ചിന്റെ കേസിൽ വെള്ളം ഇങ്ങനെ നിൽക്കുന്നു. ഈ ഒരു പോർഷന്റെ മേലെ കൂടെ ആയിരിക്കും വെള്ളം വരുന്നത് അല്ലെ? മൊത്തത്തിൽ ഈ ഒരു ബോട്ടം പോർഷൻ ഓഫ് ദി വിയർ അല്ലെങ്കിൽ ബോട്ടം പോർഷൻ ഓഫ് ദി നോച്ച്, അതാണ് എന്ത്? സിൽ അല്ലെങ്കിൽ ക്രസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഏതൊരു ലെവലിന്റെ മേലെ കൂടെ ആ വെള്ളം ഒഴുകുന്നത് എന്ന് ഓർത്താൽ മതി. ഇപ്പം നോച്ചിന്റെ കേസിൽ ഈ ബോട്ടം പോർഷന് മേലെ കൂടെ ആയിരുന്നു. നമ്മുടെ വിയറിന്റെ കേസിൽ അതിന്റെ മേലെ കൂടെ, ടോപ്പ് പോർഷന്റെ മേലെ കൂടെ ആയിരുന്നു വെള്ളം ഒഴുകുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ കാര്യങ്ങൾ എന്താണ് വിയർ, എന്താണ് നോച്ച് എന്ന് മനസ്സിലായല്ലോ? റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് നമുക്ക് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ക്ലാസിഫിക്കേഷൻ ഓഫ് നോച്ച്. അപ്പം ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ, ഓക്കെ, അക്കോർഡിംഗ് ടു ദി ഷേപ്പ് ഓഫ് ദി ഓപ്പണിംഗ്. ഓപ്പണിങ്ങിന്റെ ഷേപ്പ് അനുസരിച്ച്. ആദ്യത്തെ എന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ കാണുന്ന നോച്ച്. ഓർമ്മയുണ്ടല്ലോ, ഒരു കനാല്, അതിനകത്തേക്ക് നമ്മളൊരു നോച്ച് കൊടുക്കുകയാണ്. ഇതിനകത്തൂടെ ലിക്വിഡ് പോകുന്നുണ്ട്. ആ നോച്ച്, കനാൽ ഇത്രയും ഡെപ്തിലാണെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മളൊരു ബ്ലോക്ക്, ഒരു ബാരിയർ കൊടുത്തു. ഓക്കെ, ഈ ഒരു ഷേപ്പിലാണ് എങ്കിൽ, ആ നോച്ചിന്റെ ഷേപ്പ് ഒരു റെക്ടാംഗിൾ ആണെങ്കിൽ നമ്മൾ അതിനെ റെക്ടാംഗുലർ നോച്ച് എന്ന് പറയും. ഇനി ആ ഒരു നോച്ചിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആണെങ്കിൽ നമ്മൾ അതിനെ ട്രയാങ്കിൾ നോച്ച് അല്ലെങ്കിൽ വി നോച്ച് എന്ന് പറയും. ഓക്കെ, വി ഷേപ്പ് നോച്ച് ആണെങ്കിൽ നമ്മൾ അതിനെ വി നോച്ച് അല്ലെങ്കിൽ ട്രയാങ്കുലർ നോച്ച് എന്ന് പറയും. ഇനി ഈ രണ്ട് നോച്ചിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഒരു ട്രപ്പീസോയിഡൽ ഷേപ്പ് ആണെങ്കിൽ, ഇവിടെ ഒരു റെക്ടാങ്കിളും ഉണ്ട്, ബാക്കി രണ്ട് ട്രയാങ്കിൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രപ്പീസോയിഡൽ നോച്ച് എന്ന് പറയുന്നത്. ഇത്രയും പഠിച്ച സ്ഥിതിക്ക് വെറുതെ അഡീഷണൽ ആയിട്ട് ഒന്നുകൂടെ പഠിക്കാം. ഒരു സ്റ്റെപ്ഡ് നോച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നോച്ചിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പ് ആയിരിക്കും. ഇതിപ്പോ 2 സ്റ്റെപ്പേ ഉള്ളൂ, ചിലപ്പോൾ അങ്ങനെ 3 സ്റ്റെപ്പൊക്കെ ഉള്ള ഒരു നോച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 2 സ്റ്റെപ്ഡ് നോച്ച് എന്ന് പറയുന്നത്. 2ഓ 3ഓ സ്റ്റെപ്പുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നോച്ച് എന്താണെന്ന് ഒന്നുകൂടെ ഒന്ന് ചിത്രം ഒന്ന് കണ്ടേക്കുക. കണ്ടില്ലേ? ഈ രീതിയിൽ ഒരു ചാനല്, അതിനകത്തേക്ക് നമ്മളൊരു ബാരിയർ ഇങ്ങനെ കൊടുക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോച്ച് എന്ന് പറയുന്നത്. ഈ ഷേപ്പ് കണ്ടില്ലേ? വിയർ എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ ഒരു ബണ്ട് പോലെ. അടുത്തത് നോച്ചസിന്റെ ടൈപ്പ് ആണ് ഇപ്പൊ പഠിച്ച. ഷേപ്പ് അനുസരിച്ച് 4 എണ്ണം. ഏതൊക്കെയാ? റെക്ടാങ്കുലർ, ട്രയാങ്കിൾ അല്ലെങ്കിൽ വി, ട്രപ്പീസോയിഡല്, സ്റ്റെപ്ഡ്. ഇനി അടുത്ത അക്കോർഡിംഗ് ടു ദി എഫക്ട് ഓൺ ദി നാപ്പ്, അതായത് അതിന്റെ മേലെ കൂടെ പോകുന്ന വെള്ളത്തിനുള്ള എഫക്ട് അനുസരിച്ച്. നോച്ച് വിത്ത് എൻഡ് കോൺട്രാക്ഷനും നോച്ച് വിത്തൗട്ട് എൻഡ് കോൺട്രാക്ഷനും. അതായത് ഇപ്പൊ നമ്മള് ഇങ്ങനെ ഒരു നോച്ച്, ഒരു റെക്ടാങ്കുലർ നോച്ച് കണ്ടില്ല? ഈ നോച്ചിൽ കൂടെ വെള്ളം ഒഴുകാൻ നേരത്ത്
ഇപ്പൊ എങ്ങനെ കാണിക്കാം? ഓക്കെ, ഈ രീതിയിൽ ഇതിനകത്തുനിന്ന് വെള്ളം ഒഴുകാന്ന് വിചാരിക്കും. അപ്പൊ അതിന്റെ സെക്ഷൻ നോക്കാൻ നേരത്ത് ഇതാണ് നമ്മുടെ വിയർ എന്ന് നോച്ച് എന്ന് വിചാരിക്കുക. നോച്ച്, അതിനകത്തൂടെ വെള്ളം ഒഴുകുന്നു. വെള്ളം ഒഴുകുമ്പോഴത്തേക്കും ഇതാണ് നോച്ചിന്റെ പോർഷൻ. ഇതിനെ ഒരു എൻഡ് കോൺട്രാക്ഷൻ വരുന്നുണ്ടെന്ന് വിചാരിക്കാം. അതായത് ഈ ഒരു നോച്ചിന്റെ അത്രയും വീതിയിലല്ല വെള്ളം പുറത്തേക്ക് പോകുന്നതെങ്കിൽ, നോച്ചിന്റെ ലെങ്ത് എന്ന് അതിനെ പറയാം കേട്ടോ. ഇതാണ് നോച്ചിന്റെ ലെങ്ത്. ഈ ഒരു വിഡ്ത്തിനെയാണ് നമ്മൾ ലെങ്ത് എന്ന് പറയുന്നത്. ഈ ലെങ്ത്തിനേക്കാളും ഒരു ചെറിയ കോൺട്രാക്ഷൻ, നമ്മൾ മറ്റേ കോൺട്രാക്ഷൻ ഒക്കെ പഠിച്ചില്ലേ, മൗത്ത് പീസിനൊക്കെ കേസ് നമ്മൾ കോൺട്രാക്ഷൻ പഠിച്ചാൽ, അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു നോച്ച് പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ നാപ്പ് അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിന്റെ ഷീറ്റിന് ഒരു ചെറിയ കോൺട്രാക്ഷൻ വരുന്നുണ്ടല്ലോ, അതാണ് നോച്ച് വിത്ത് എൻഡ് കോൺട്രാക്ഷൻ. അതേസമയം നോച്ച് വിത്തൗട്ട് എൻഡ് കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതേ വീതിയിൽ തന്നെ അതേ ലെങ്തിൽ തന്നെയാണ് പുറത്തേക്ക് പോകുന്നതെങ്കിൽ അതാണ് നോച്ച് വിത്തൗട്ട് എൻഡ് കോൺട്രാക്ഷൻ. ഇതതിന്റെ ടോപ്പ് വ്യൂ ആണ് വരച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ നോച്ച്. ഓക്കെ ആണോ? നോച്ച് വിത്ത് എൻഡ് കോൺട്രാക്ഷൻ, നോച്ച് വിത്തൗട്ട് എൻഡ് കോൺട്രാക്ഷൻ. അപ്പം ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് നോച്ചസിന്റെ കേസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്തത് നമുക്ക് വിയറിന്റെ ക്ലാസിഫിക്കേഷനോട് പഠിക്കാം. അത് ഇതിന്റെ കൂടെ തന്നെ കുറച്ചും കൂടെ പേരുകളുണ്ട്. ആദ്യത്തെ ബേസ്ഡ് ഓൺ ഷേപ്പ്. വിയറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ഷേപ്പ്. ആദ്യത്തെ റെക്ടാംഗുലർ വിയർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ആ ഒരു ഭാഗത്ത് ഒരു റെക്ടാംഗിൾ ഷേപ്ഡ് ആണ് നമുക്ക് ആ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അതിനാണ് നമ്മൾ റെക്ടാംഗുലർ വിയർ എന്ന് പറയുന്നത്. ട്രയാങ്കിൾ വിയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ട്രപ്പീസോയിഡലിന്റെ മറ്റൊരു പേരാണ് സിപ്പോലിറ്റി വിയർ. അപ്പം നോച്ചസിന്റെ കേസിൽ പോയിട്ട് സിപ്പോലിറ്റി എഴുതിയേക്കരുത്. ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ ട്രപ്പീസോയിഡൽ വിയർ. വിയറിന്റെ മറ്റൊരു പേരാണ് സിപ്പോലിറ്റി വിയർ. CIPPOLETTI. CIPPOLETTI. ഇതൊന്നും ഓർത്തേക്ക് കേട്ടോ. അക്കോർഡിംഗ് ടു ദി ഷേപ്പ് ഓഫ് ദി ക്രസ്റ്റ്. ക്രസ്റ്റിന്റെ ഷേപ്പ് അനുസരിച്ച്, അതായത് ഇതാണ് നമ്മുടെ വിയർ എന്ന് വിചാരിക്കാം. ഇങ്ങനെ ഇതിന്റെ ബാക്കിലാണ് നമ്മുടെ വാട്ടർ ഉള്ളത്. ഇതാണ് ഡൗൺ സ്ട്രീം. ഓക്കെ, ഈ ഒരു എന്താണ് നമ്മുടെ ക്രസ്റ്റിന്റെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് എന്ത്, അടുത്ത ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദി ഷേപ്പ് ഓഫ് ദി ക്രസ്റ്റ്. ആദ്യത്തെ എന്ന് പറയുമ്പോൾ നാരോ ക്രസ്റ്റ് വിയർ. നാരോ ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പറയുന്നത് ഈ ഒരു വിട്ട് എന്ന് പറയുന്നത്, ഞാൻ ഇതിനെ വിട്ട് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഒരു വീതി, നമ്മുടെ ആ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിന്റെ വീതി, ആ വിട്ട് ചെറുതാണെങ്കിൽ നമ്മൾ അതിനെ നാരോ ക്രസ്റ്റ് വിയർ എന്ന് പറയും. അടുത്തത് ബ്രോഡ് ക്രസ്റ്റഡ് വിയർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ വീതി ഇച്ചിരി കൂടുതലാണ്. കുറച്ച് വീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ അവിടെ കൊടുക്കുന്നതെങ്കിൽ അതാണ് ബ്രോഡ് ക്രസ്റ്റ് വിയർ. വീതി കൂടുതലാണ്. ഇതാണ് അതിന്റെ ലെങ്ത് ആയിട്ട് പറയുന്നത് കേട്ടോ. അതായത് ആ ഒരു പുഴയുടെ വീതിക്ക് അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നത് അതിന്റെ ലെങ്ത് ആണ്, എത്ര സ്ഥലത്ത് വരുന്നുണ്ടെന്നുള്ളത് പറയുന്നത്. ആ ഒരു ഡയമെൻഷൻ ഇച്ചിരി തിരിഞ്ഞാ വരുന്നത് കേട്ടോ, അത് ഓർക്കണേ. എത്ര സ്ട്രെച്ചിലേക്കാണ് അത് കൊടുക്കുന്നത്, അതിന്റെ ലെങ്ത്തും ആ ഒരു ഇതിന്റെ കട്ടിയാണ് ഞാനിവിടെ വിട്ടായിട്ട് എടുത്തേക്കുന്നത്, ആ ഒരു ബാരിയറിന്റെ കട്ടി. അപ്പം ബ്രോഡ് ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ വിട്ട് എന്ന് പറയുന്നത് കുറവാണ്, സോറി കൂടുതലാണ്. അതിനാണ് നമ്മൾ ബ്രോഡ് ക്രസ്റ്റ് വിയർ എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ കൊടുത്തിരിക്കുന്ന വിയറിന്റെ എൻഡ് എന്ന് പറയാം, ക്രസ്റ്റ് ഇങ്ങനെ കുറച്ച് ഷാർപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷാർപ്പ് ക്രസ്റ്റ് വിയർ. ഈ ഒരു എൻഡ് കുറച്ച് ഷാർപ്പായിട്ട് കൊടുത്തിരിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഷാർപ്പ് ക്രസ്റ്റ് വിയർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഓഗി ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ത്രൂ ഔട്ട് ഈ രീതിയിൽ. അതിനാണ് നമ്മൾ ഓഗി ഷേപ്ഡ് വിയർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ആദ്യം നാരോ ക്രസ്റ്റ് വിയർ, ബ്രോഡ് ക്രസ്റ്റ് വിയർ, ഷാർപ്പ് ക്രസ്റ്റ്, പിന്നെ ഓഗി ക്രസ്റ്റ്. ഈ ഒരു ഷേപ്പിൽ ആ ഒരു ഭാഗം, അതിന്റെ മേലെ കൂടെ വെള്ളം ഒഴുകുന്നതും കൂടെ മനസ്സിലായാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും. ഉണ്ടോ? ഈ രീതിയിൽ അതിന്റെ മേലെ കൂടെ വെള്ളം ഒഴുകുന്നു. മനസ്സിലായെങ്കിൽ ഓക്കെ പറഞ്ഞേ. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ആ ഒരു നാപ്പിന്റെ സൈഡ് ഷേപ്പ് അല്ലെങ്കിൽ അതിനകത്തോട് ഒഴുകുന്ന വെള്ളത്തിന്റെ
ഷേപ്പ് അനുസരിച്ച് വിയർ വിത്ത് എൻഡ് കോൺട്രാക്ഷൻ ഉണ്ട്, വിയർ വിത്തൗട്ട് എൻഡ് കോൺട്രാക്ഷൻ ഉണ്ട്. അത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. അതിനകത്തോട് വരുമ്പോഴത്തേക്കും അതിനൊരു ചെറിയ കോൺട്രാക്ഷൻ വരുന്നുണ്ടെങ്കിൽ അതിനാണ് വിയർ വിത്ത് എൻഡ് കോൺട്രാക്ഷൻ. അതില്ല എങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? വിയർ വിത്തൗട്ട് എൻഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നത്. അപ്പം വിയർ എന്താന്ന് പഠിച്ചു, ടൈപ്സ് ഓഫ് വിയർ പഠിച്ചു, എന്താണ് നാപ്പ് എന്ന് പഠിച്ചു, എന്താണ് സിൽ അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പഠിച്ചു. ഇനി അതിന്റെ ഓരോ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ക്ലാസിഫിക്കേഷൻ ഓഫ് വിയർ പഠിച്ചു, ക്ലാസിഫിക്കേഷൻ ഓഫ് നോച്ചസും പഠിച്ചു. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തോണം കേട്ടോ. ഇനി നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു റെക്ടാംഗിളിൽ കൂടെ പോകുന്ന ഒരു റെക്ടാംഗുലർ നോച്ച് അല്ലെങ്കിൽ വിയർ കൂടെയുള്ള ഡിസ്ചാർജിനുള്ള ഇക്വേഷൻ ആണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അടുത്തോ കണ്ടിന്യൂ ചെയ്യാം. ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കും. ഓക്കെ, അപ്പം ഡിസ്ചാർജ് ത്രൂ എ റെക്ടാംഗുലർ നോച്ച്. അപ്പം റെക്ടാംഗുലർ നോച്ച് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഇവിടെ കാണുന്ന ഒരു റെക്ടാംഗുലർ നോച്ച് ആണെന്ന് വിചാരിക്കുക. ഇതാണ് വെള്ളത്തിന്റെ ഡൗൺ സ്ട്രീം, അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന ആ ഒരു ഭാഗം. അതിനകത്തൂടെ വെള്ളം ഈ രീതിയിൽ ഒഴുകുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ആ ഒരു പോർഷൻ ഈ രീതിയിൽ വെക്കുവാണെന്ന് വിചാരിക്കുക. ഇതാണ് അതിന്റെ അപ്സ്ട്രീമ്, വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗം. കളറുള്ളപ്പോൾ കളറൊക്കെ ഉപയോഗിക്കാം. അതിനകത്തൂടെ വെള്ളം ഈ രീതിയിലായിരിക്കും ഒഴുകുന്നത്. അപ്പം എത്ര പോർഷനിലാണ് വെള്ളം ഒഴുകുന്നതെന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മള് നോച്ച് പറയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ നോച്ച് ഈ രീതി കൊടുത്തു, റെക്ടാംഗുലർ നോച്ച് അല്ലേ. അപ്പം വെള്ളം ഒഴുകുന്നത് എത്ര ഭാഗത്തൂടെ ആയിരിക്കും? ഇത്രയും ഭാഗത്തൂടെ. ഈ പോകുന്ന വാട്ടർ ആണെന്ത്? ഈ പോകുന്ന വാട്ടർ ആണെന്ത്? വീഡിയോ ഓഫ് ചെയ്തു. വാട്ടർ ആണെന്ത്? നാപ്പ് അല്ലേ. ഓക്കെ, അപ്പൊ ഈ ഒരു പോർഷനെയാണ് നമ്മൾ ഇവിടെ ലെങ്ത് ആയിട്ട് എടുത്തേക്കുന്നത്. അത് ഓർത്തോണേ, തെറ്റിപ്പോയേക്കരുത്. ഇതാണ് അതിന്റെ ലെങ്ത്, കണ്ട ലെങ്ത്. പിന്നെ ഫ്രീ സർഫസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ, ഇനി ഇങ്ങോട്ട് നോക്കിയാൽ മതി, ഞാൻ വരയ്ക്കണം. ആ ഒരു പോർഷനാണ് ഈ കാണുന്നത്. ഫ്രീ സർഫസിൽ നിന്ന് നമ്മൾ ചെറിയ ഒരു പോർഷൻ എടുത്തു. എപ്പോഴും നമ്മൾ ഡെറിവേഷൻ തുടങ്ങാൻ നേരത്തെ ഒരു ചെറിയ പോർഷൻ എടുക്കും അല്ലെ. അപ്പൊ ഫ്രീ സർഫസിൽ നിന്ന് മൊത്തത്തിൽ ഇതിനുണ്ടാവുന്ന ആ ഒരു നോച്ചിന്റെ ഡെപ്ത് ആണ് എച്ച്. ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് ഉണ്ടാവുന്ന ആ ഒരു തിക്നെസ് ആണ് എന്ത്? ഡി എച്ച്. മൊത്തത്തിലുള്ള ഇതിന്റെ തിക്നെസ് എച്ച് ആണ്, അല്ലെങ്കിൽ ഫ്രീ സർഫസിൽ നിന്ന് നോച്ചിന്റെ എൻഡ് വരെയുള്ള ഡെപ്ത് ആണ് എച്ച്. അതിന്റെ ഒരു ചെറിയ പോർഷൻ എടുത്തു കഴിയുമ്പോൾ അതിന്റെ അളവ്, ആ ഒരു തിക്നെസ് എന്ന് പറയുന്നത് ഡി എച്ച്. ഓക്കെ, ഓക്കെ, അതൊന്നും ഡെഫിനിഷൻ ഒന്നും വേണ്ടല്ലോ. ഡെഫിനിഷൻ വേണ്ടെന്ന് പറഞ്ഞേ. ഓക്കെ, just consider a small portion dh. അപ്പം ആ ഒരു ചെറിയ ഡെപ്തിൽ കൂടെ പോകുന്ന ഡിസ്ചാർജ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ആദ്യത്തെ ഫംഗ്ഷൻ. ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്തൂടെ ഈ ഒരു ചെറിയ ഭാഗത്തൂടെ പോകുന്ന ഡിസ്ചാർജ് കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതിന് വേണ്ടത് എന്താ? ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണല്ലോ അല്ലെ. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് ഇതിന്റെ ഏരിയ നോക്കാം. ഞാൻ പറയുന്നത് ഈ ഒരു ചുവന്ന സ്ട്രിപ്പില്ലേ, അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതിന്റെ വീതി ഇൻറ്റു അതിന്റെ കട്ടി. വീതി എന്ന് പറയുന്നത് എത്ര? ലെങ്ത് ഇൻറ്റു കട്ടി എന്ന് പറയുന്നത് എത്രയാണ്? ഡി എച്ച്. ഇതുവരെ വീതി ലെങ്ത് ആണ് ഞാൻ പറഞ്ഞു. ഇനി എല്ല് വന്നത് എങ്ങനെയാണെന്ന് ഓർത്തേക്കരുത്. നമ്മൾ ആ പറഞ്ഞേക്കുന്ന ആ ഒരു വിഡ്ത് ഓഫ് ദി നോച്ച് ആണ് എന്ത് ലെങ്ത് ആയിട്ട് എടുത്തേക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് നമുക്കറിയാം വെലോസിറ്റി. വെലോസിറ്റി എന്താണ്? നമ്മൾ പണ്ടൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. ഇങ്ങനത്തെ ഒരു ഡിസ്ചാർജ്, ഒരു ചെറിയ പോർഷനിൽ കൂടെ വെള്ളം പോകുമ്പോഴത്തേക്കും അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് √2gh ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് എച്ച് ഒന്ന് എങ്ങനെയാണെന്ന് അറിയോ? ഇവിടെ ഒന്ന് നോക്കാം. ഫ്രീ സർഫസ്, ഈ കാണുന്ന എയർ, ഇതാണ് ഫ്രീ സർഫസ്. ഫ്രീ സർഫസിൽ നിന്ന്, ക്യാപിറ്റൽ എച്ച് ആണ്, നമ്മുടെ സ്ട്രിപ്പ് ഡി എച്ച് വരെയുള്ള ആ ഒരു ഡെപ്ത് ആണ് എച്ച്. മനസ്സിലായോ?
ഫ്രീ സർഫസിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ആ ഒരു സ്ട്രിപ്പ് വരെയുള്ള ഡെപ്ത് ആണ് എച്ച്. അപ്പം ഇവിടെ നമ്മുടെ കൺസിഡർ ചെയ്തിരിക്കുന്ന പോർഷന്റെ ഡെപ്ത് അല്ലേ എഴുതേണ്ടത്, എച്ച്, അല്ലാണ്ട് ക്യാപിറ്റൽ എച്ച് ആണോ? എച്ച് അല്ലേ? തിയററ്റിക്കൽ വെലോസിറ്റി ഓഫ് വാട്ടർ ഫ്ലോയിങ് ത്രൂ ദി സ്ട്രിപ്പ്. തിയററ്റിക്കൽ velocity of water flowing through the strip. Okay. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെറിയ സ്ട്രിപ്പിന്റെ ഡിസ്ചാർജിനെ നമുക്ക് ഡി ക്യൂ എന്ന് എഴുതാം. ഡി ക്യൂ എന്ന് പറയുന്നത് എന്താണ്? സി ഡി ഇൻറ്റു, കാരണം ആക്ച്വൽ ഡിസ്ചാർജ് ആണ് എടുക്കുന്നത്, അതുകൊണ്ട് നമ്മൾ കോഎഫിഷ്യന്റ് ഡിസ്ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി സ്ട്രിപ്പ് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സി ഡി ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എൽ ഇൻറ്റു ഡി എച്ച് ഇൻറ്റു റൂട്ട് 2GH. കിട്ടിയോ? ഏരിയ ഓഫ് ദി സ്ട്രിപ്പ് ഇൻറ്റു തിയററ്റിക്കൽ വെലോസിറ്റി. അപ്പം ഇത് ചെറിയൊരു സ്ട്രിപ്പിന്റെ ആണ്, ചെറിയൊരു സ്ട്രിപ്പിന്റെ ഡിസ്ചാർജ് ആണ് ഇവിടെ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിലാണ് വെച്ചുകൂടേണ്ട ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അവരൊറ്റ വാക്ക് പറഞ്ഞേ, ഇഷ്ടമല്ലാത്ത അവരൊറ്റ വാക്ക് പറഞ്ഞേ. ചെറിയൊരു സ്ട്രിപ്പിനാണ് കണ്ടുപിടിച്ചത്. മേലെ മുതൽ താഴെ വരെയുള്ള ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, മേലെ മുതൽ താഴെ വരെയുള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. എവിടെ മുതൽ? എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 മുതൽ എച്ച് വരെ പോകണം. അപ്പൊ നമ്മൾ ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് Q ആണ്. വി ഷുഡ് ഇന്റഗ്രേറ്റ് 0 to h. ഈ ഒരു ഇക്വേഷൻ ഡി ക്യൂനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ 0 to h CD ഇൻറ്റു എൽ ഇൻറ്റു ഡി എച്ച് ഇൻറ്റു റൂട്ട് 2GH. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒന്ന് ഇന്റഗ്രേറ്റ് നോക്കിക്കേ എല്ലാവരും. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to h CD ഇൻറ്റു എ ഇൻറ്റു എൽ ഇൻറ്റു ഡി എച്ച് ഇൻറ്റു റൂട്ട് 2G ഇൻറ്റു റൂട്ട് എച്ച്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇക്വേഷൻ വരിക. ഇനി ഇതിനെ കോൺസ്റ്റൻസ് ഒക്കെ നമ്മൾ പുറത്തെടുത്തു, കാരണം ഇതിനകത്ത് ആകെയുള്ള ഒരു വേരിയബിൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഡി എച്ചും ഇതും, കാരണം എച്ചിന്റെ ടേംസിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ബാക്കിയെല്ലാം പുറത്തേക്ക് എടുക്കാം, ഇന്റഗ്രേഷനെ പുറത്തേക്ക് എടുക്കാം. സി ഡി ഇൻറ്റു എൽ ഇൻറ്റു റൂട്ട് 2G ഇന്റഗ്രൽ 0 to h റൂട്ട് എച്ച് ഡി എച്ച്. റൂട്ട് എച്ച് എന്ന് പറയുന്നത് 1/2, h റേസ് ടു 1/2 ആണ് എന്ത്? റൂട്ട് എച്ച് എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് നമുക്ക് ഇന്റഗ്രൽ എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ എടുക്കുവാണെങ്കിൽ എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു 2 + 1/2 + 1 ആണ്. അതായത് എക്സ് റേസ് ടു എന്നിന്റെ ഇന്റഗ്രൽ ആണ് എടുക്കേണ്ടതെങ്കിൽ എക്സ് റേസ് ടു n + 1/n + 1 ആ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് മാത്രം മതി നമുക്ക് ഇതിനകത്ത്, അത് മാത്രം ഓർത്താൽ മതി. അപ്പം ഇതിനകത്ത് ഇന്റഗ്രൽ h റേസ് ടു 1/2 dh എന്ന് പറയുമ്പോൾ എത്ര വരും? h റേസ് ടു 1/2 + 1 ഡിവൈഡഡ് ബൈ 1/2 + 1 ഫ്രം ദി ലിമിറ്റ് 0 മുതൽ h വരെ. മനസ്സിലായോ? അപ്പം ഇതിനകത്ത് വരുമ്പോൾ എത്ര വരും? ആദ്യം നമ്മൾ എച്ചിന് 0 കൊടുക്കണം, എച്ചിന് ഈ അപ്പർ ലിമിറ്റ് കൊടുക്കണം, അതായത് h റേസ് ടു 1/2 + 1. പിന്നെ നമ്മൾ ലോവർ ലിമിറ്റ് കൊടുക്കണം 0 ഡിവൈഡഡ് ബൈ 1/2 + 1. ഓക്കെ, ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ ഓർത്താൽ മതി, അതിൽ നിന്ന് നമുക്ക് വേഗം കിട്ടും. പിന്നെ
എച്ചിന്റെ റൂട്ട് എന്ന് പറയുന്നത് h⁻². ആണെന്ന് ഓർക്കുക. ഇനി ഇതിന്റെ ഡിനോമിനേറ്ററിലായിരിക്കും എന്തുണ്ടാവുക? h⁻³ ഡിവൈഡഡ് ബൈ 3/2. അപ്പോൾ 1 ഡിവൈഡ് ബൈ 3/2 എന്ന് പറയുന്നത് 2/3 അല്ലേ? അല്ലേ? ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടാകുന്നത് h⁻³ ബൈ 3/2 അല്ലേ? എന്ന് പറയുമ്പോൾ എത്ര വരും? 2/3 h⁻³ ഇത്രയും ടേം മാറിയിട്ട് നമ്മൾ ഇനി അതിവിടെ കൊടുക്കണം. ഓക്കെ, ഇതിന് പകരമാണ് നമുക്ക് ഇതെത്തിയത്. അപ്പോൾ നമുക്കിനി ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ എഴുതാം. CD ഇൻറ്റു L ഇൻറ്റു √2g ഇൻറ്റു 2/3 h⁻³/2. ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും 2/3 CD L √2g h⁻³/2. ഇതാണ് നമ്മുടെ ഡിസ്ചാർജ് ത്രൂ എ റെക്ടാങ്കുലർ നോച്ച്. 2/3 CD L √2g ഇൻറ്റു h⁻³/2. ഓക്കെ, റിപ്പീറ്റ് ചെയ്യണോ? ഈ ഇക്വേഷൻ പഠിക്കണം, ഇതിന്റെ ഡെറിവേഷൻ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം നമുക്ക് പഠിക്കാനുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരണം എന്ന് ചോദിച്ചേ. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇവിടെ ഒരു ചെറിയൊരു കൺവേർഷനേ ഉള്ളൂ, അതേ ഉള്ളൂ പ്രശ്നം. ബാക്കിയൊക്കെ സിമ്പിൾ ആണ്. സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങൾക്കറിയാം, കുറേ കാലമായി നമ്മൾ സ്റ്റെപ്പ് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ഡെപ്ത് എടുക്കുന്നു. അതിന്റെ വേരിയബിൾ ഏതാണ്? h മാത്രമാണ്. CD എന്ന് പറയുന്നതേ നമ്മൾ ഇവിടെ തന്നെ വന്നതാണ്. കാരണം നോക്കുക, നമുക്ക് ഡിസ്ചാർജ് എന്ന് പറയുന്നത്, ഡിസ്ചാർജ് Q എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ഇതിനെ നമ്മൾ തിയറിറ്റിക്കൽ വെലോസിറ്റി എന്നല്ല, തിയറിറ്റിക്കൽ ഡിസ്ചാർജ് എന്നാണ് പറയുന്നത്. ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചായിരുന്നു. ആക്ച്വൽ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഇൻറ്റു Q തിയറിറ്റിക്കൽ. അപ്പൊ നമുക്ക് എന്ത് വരും? CD ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി. അപ്പൊ അങ്ങനെയാണ് നമുക്കിവിടെ എന്ത് വന്നേ? ഈ ഒരു CD വന്നേ. ഇവിടെ കണ്ടില്ലേ? ഈ CD ഇവിടെ കയറിയായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഡെറിവേഷൻ വരെ പഠിച്ചേക്കുക. അടുത്ത ദിവസം നമുക്ക് ഇതിന്റെ പ്രോബ്ലം നോക്കാം. ഓക്കെ ആണോ? ഡെറിവേഷൻ പഠിക്കണേ. അപ്പോ നമുക്ക് അടുത്തൊരു സെക്ഷനായിട്ട് കാണാം നാളെ ഇതേ സമയം. ഓക്കെ, അപ്പോ ശരി, ബൈ.